കിങ് ഓഫ് ചക്കാപ്പത്ത്, കാറ്റ്മോൻ, ജെയിന്റ് ഐവറി, തായ് ജംബോ സപ്പോട്ട, സ്വീറ്റ് കാരംബോള, ഡാങ് സൂര്യ. എന്താ ഇതൊക്കെ കേൾക്കുമ്പോൾ വിദേശ രാജ്യത്താണോ എന്നൊന്നും ധരിക്കേണ്ടതില്ല. ഇത് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ. വിദേശ ഇനം പഴവർഗ്ഗങ്ങളുമായി ഒരു മലയാളി യുവ കർഷകൻ. പപ്പൻ ചിറ്റൂരിനൊപ്പം ജലീൽ ആനപ്പുറം തയ്യാറാക്കിയ ഒരു വിശേഷ റിപ്പോർട്ടിലേക്ക്. ഇത് ചിറ്റൂർ പൊൽപ്പുള്ളി അത്തിക്കോട് സ്വദേശി 40-കാരനായ ഷനൂജ് ഷാഹുൽ. യുവത്വം മൊബൈലിൽ നേരം കളയുമ്പോൾ തന്റെ കൃഷിയിടത്തിൽ സദാ സജീവമായി ജോലിയിലാണ് ഈ യുവപ്രായത്തിലും ഷനൂജ്. പാരമ്പര്യമായുള്ള പനയൂർ പൊന്നം തോട്ടത്തിലെ പൊന്നു വിളയിക്കുന്ന 10 ഏക്കർ പറമ്പിലും പാടത്തുമായാണ് ഷനൂജിന്റെ ഈ വ്യത്യസ്തമായ കൃഷികൾ. ഇതിൽ 1.5 ഏക്കറിലും വിദേശ എക്സോട്ടിക് ഇനങ്ങളാണ് തഴച്ചു വളരുന്നത്. ആരെയും കൊതിപ്പിക്കുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങളാണ് ഇവിടെയെങ്ങും കായ്ച്ചു നിൽക്കുന്നത്. നെല്ലിനും വാഴയ്ക്കും മത്സ്യത്തിനും പുറമെയാണ് ഇവയെല്ലാം കൃഷി ചെയ്യുന്നത്. മൊത്തം 12 ഏക്കറോളം സ്ഥലത്താണ് നമ്മൾ ഈ കൃഷി ചെയ്തു വരുന്നത്. ഇതിപ്പോൾ പുൽപ്പുള്ളി അത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ തോട്ടമുള്ളത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മാങ്ങയാണ്. മാങ്ങ എന്ന് പറയുമ്പോൾ ഹിമ പസന്ത്, ബംഗനപ്പള്ളി, അൽഫോൺസോ അങ്ങനത്തെ തദ്ദേശീയമായിട്ടുള്ള മാങ്ങയാണ് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. ഒപ്പം നെൽകൃഷിയുണ്ട്, മീൻ വളർത്തുന്നുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്. ഇത് കൂടാതെ ഒരു പാഷനായിട്ടാണ് ഞാൻ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഒരു കളക്ഷൻ തുടങ്ങിയത്. ആദ്യം ഒരു ചാമ്പങ്ങയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. തായ്ലാൻഡ് ജംബോ ചാമ്പങ്ങയിൽ നിന്ന് തുടങ്ങി. പിന്നെ ഇപ്പം അങ്ങനെ അതൊരു നമുക്കൊരു ക്രേസായിട്ട് മാറി. അതിനപ്പുറത്തേക്ക് അതൊരു ഹോബിയായിട്ട് മാറി എന്ന് വേണം പറയാൻ. ഹോബിയായിട്ട് മാറി. ഒപ്പം തന്നെ അതിൻ്റെ പുതിയ ശേഖരങ്ങളിലേക്കുള്ള കൂടുതൽ എന്നെ ആകർഷിച്ചു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം വെള്ളഞ്ഞാവൽ മുതൽ ലോങ്കൺ, വെള്ളഞ്ഞാവൽ, ചുവന്ന റെഡ് ഡാങ് സൂര്യ, പ്ലാവ്, പിന്നെ അത് കിടന്ന് അതും കുറച്ച്, പിന്നെ ജബോട്ടിക്കാബയുടെ എല്ലാ വെറൈറ്റീസ് ഏകദേശം നമ്മുടെ കയ്യിലുള്ള സബാറയിൽ തന്നെ കുറച്ചുകൂടെ പ്രീമിയം വെറൈറ്റീസ്, അതുപോലെ തന്നെ റെഡ് ഹൈബ്രിഡ്, എസ്കർലേറ്റ്, പ്രിക്കോഷ്യ അതിലേക്കും കിടന്നു. പിന്നെ അബിയു, വേറൊരു ഫ്രൂട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ സപ്പോട്ടയുടെ ഫാമിലിയിൽപ്പെട്ടൊരു ഫ്രൂട്ടാണ്. പിന്നെ സപ്പോട്ടയുടെ തന്നെ ഫാമിലിയിൽപ്പെട്ടുള്ള തായ് ജംബോ സപ്പോട്ട, അങ്ങനത്തെ കുറേ ഫ്രൂട്ട്സ് കൂടെ ഉണ്ട്. പിന്നെ ഒപ്പം തന്നെ എക്സോട്ടിക് മാങ്ങ, നമ്മുടെ ഈ ജപ്പാനിലെ മിയാസാക്കി മാങ്ങ മുതൽ നമ്മുടെ കിങ് ഓഫ് ചക്കാപ്പത്ത്, സൂപ്പർ ക്യൂൻ, ജെയിന്റ് ഐവറി, നാംഡോക്കുമായി, ഇർവിൻ, അങ്ങനെയുള്ള കുറേ R2E2, പിന്നെ അതിന് പുറമെ ഈ കറുത്ത മാങ്ങ, അതായത് ഇലയും മാവും ഒക്കെ കറുത്ത കളർ വരുന്ന കസ്തൂരി മാങ്ങ, അങ്ങനെയുള്ള കുറേ മാങ്ങയുടെ വെറൈറ്റികൾ കൂടെ ഇപ്പോൾ ഞാൻ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിതാവ് ഷാഹുൽ ഹമീദും ഭാര്യ സോഫിയയും മകൻ സയാനും കൂടെ സജീവമായുണ്ടാകും. നാടൻ മാവിൽ നിന്ന് ഇഷ്ടം പോലെ മാങ്ങയും ലഭിക്കുന്നു. ഇതിനു പുറമെയാണ് വിദേശ മാവുകളും ഇവിടെ നട്ടിരിക്കുന്നത്. വേനൽക്കാലത്ത് നന ബുദ്ധിമുട്ടാണെങ്കിലും വൈദ്യുതി ഉപയോഗപ്പെടുത്തി 2 ഏക്കറോളം വരുന്ന കുളത്തിൽ നിന്നുള്ള വെള്ളം കൊണ്ട് കൃഷി ഉണങ്ങാതെ പരിപാലിക്കുകയാണ്. വിദേശ പേര ഇനങ്ങളായ ബ്ലാക്ക് ഡയമണ്ട് പേര, ഗോൾഡൻ പേര, തായ് പിങ്ക് പേര, വെള്ള ഞാവൽപ്പഴം, സൂപ്പർ ക്വീൻ, റെഡ് ഡ്രാഗൺ, ഷുഗർ കെയിൻ ചാമ്പ, ചുവന്ന ചക്ക, വിദേശ അത്തികൾ, മിറാക്കിൾ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, അബിയു, വിദേശ മുസമ്പികൾ, കട്ട്നട്ട് എന്നുവേണ്ട എണ്ണിയാലൊടുങ്ങാത്ത ഇനത്തിലുള്ള ഫലവർഗ്ഗങ്ങളാണ് ഇവിടെ പൂവിട്ടും കായായുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. വിവിധ വിദേശ വാഴ ഇനങ്ങളും ഇവിടുത്തെ സവിശേഷതയാണ്. UTV ന്യൂസ്, പാലക്കാട്.